ഗുഡ് മോർണിംഗ്. പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 10 വെക്ടർ ഓൾജിബ്ര. ദിസ് ഇസ് പാർട്ട് 3. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.2. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോവിങ് വെക്ടേഴ്സ്. വെക്ടർ എ is equal to I plus j plus k. Vector b is equal to 2i minus 7j minus 3k. And vector c is equal to 1 by root 3i plus 1 by root 3j minus 1 by root 3k. Suppose OP is the vector xi plus yj plus zk. What is magnitude of vector OP? Magnitude of vector OP is equal to root of x square plus y square plus z square. ആ ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ എക്സ് വൈ സെഡ് സ്കേലാർ കോമ്പണൻസ് ആർ 1 1 1. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. If r is equal to xi plus yj plus zk, magnitude of r, which is denoted by r, equal to root of x square plus y square plus z square. So magnitude of a is equal to root of 1 square plus 1 square plus 1 square, which is equal to root 3. Now b is 2i minus 7j minus 3k. So magnitude of b is equal to, with the scalar components 2 minus 7 minus 3. So magnitude is equal to root of 2 square plus minus 7 square plus minus 3 square. That is 4 plus 49 plus 9, which is equal to root 62. Now vector c is equal to 1 by root 3i plus 1 by root 3j minus 1 by root 3k. Scalar components are 1 by root 3, 1 by root 3 minus 1 by root 3. So magnitude of vector c is equal to 1 by root 3 square is 1 by 3. 1 by 3 plus 1 by 3 plus 1 by 3. So root of 3 by 3, which is equal to root of 1, which is equal to 1. So c is a unit vector. A എന്ന് പറയുന്നത് ഒറിജിൻ നിന്നും 1 1 1ലേക്കുള്ള വെക്ടറാണ്. അതിൻ്റെ ഫിഗർ ഒന്ന് നമുക്ക് 3Dയിൽ നോക്കാം. ഒറിജിൻ നിന്നും 1 1 1 എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള വെക്ടറാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒറിജിൻ നിന്നും ഈ പോയിന്റിലേക്കില്ല, ഒറിജിൻ നിന്നും 1 1 1ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 0 ഹോൾ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 3. ഇത് രണ്ടാമത്തെ വെക്ടറാണ്. 2 മൈനസ് 7 മൈനസ് 3ലേക്ക് ഒറിജിൻ നിന്നും വരച്ച വെക്ടറാണ് നമ്മുടെ വെക്ടർ ബി എന്ന് പറയുന്നത്. Now second problem, write two different vectors having the same magnitude. സെയിം മാഗ്നിറ്റ്യൂഡ് ആവണം, ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയ രണ്ട് വെക്ടേഴ്സ് എഴുതണം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് 3k. എയുടെ അതേ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന വേറൊരു വെക്ടർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇവിടുത്തെ സ്കേലാർ കോമ്പണൻസ് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഇവിടുത്തെ സ്കേലാർ കോമ്പണൻസ് 1 2 3 ആണ്. സോ ടേക്ക് വെക്ടർ ബി ആസ് 3i പ്ലസ് 2j പ്ലസ് k. ഇവിടുത്തെ സ്കേലാർ കോമ്പണൻസ് 3 2 1 ആണ്. ഇപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, 1 പ്ലസ് 4 പ്ലസ് 9, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 14. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 1, 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഇസ് റൂട്ട് 14. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇത് വളരെ ഈസി മെത്തേഡാണ്. 1 2 3 എന്ന് പറഞ്ഞ സ്കേലാർ കോമ്പണൻസിനെ അതിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കാം. ഇവിടെ പോസിറ്റീവ് വാല്യൂ തന്നെ എടുത്തിട്ടുണ്ട്, നെഗറ്റീവ് വാല്യൂ എടുക്കാം. മൈനസ് 3i പ്ലസ് 2j പ്ലസ് k എടുക്കാം, 3i മൈനസ് 2j പ്ലസ് k. അങ്ങനെ ഡിഫറെൻ്റ് ആയ വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സർക്കിൾ കൺസിഡർ എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ. ഒറിജിൻ നിന്നും ഈ സെൻറ്ററിലേക്ക് വരക്കുന്ന ഒരു പൊസിഷൻ വെക്ടർ നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആണ്. കാരണം ഇവിടുന്ന് സെൻറ്ററിൽ നിന്നും ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ റേഡിയസ് ആണ്, അത് സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒറിജിൻ നിന്നും സർക്കിളിൻ്റെ മുകളിലിരിക്കുന്ന ഏത് പോയിന്റിലേക്കും നമ്മളൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരും. അതേപോലെ നമ്മളൊരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഒറിജിൻ 0 0 0, ആ ഒറിജിൻ നിന്നും സ്പിയറിൻ്റെ മുകളിലിരിക്കുന്ന സ്പിയറിൻ്റെ സർഫേസിൻ്റെ മുകളിലിരിക്കുന്ന ഏത് പോയിന്റിലേക്കും നമുക്കൊരു വെക്ടർ കൺസിഡർ ചെയ്യാം. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ജിയോജിബ്രയിൽ വരച്ച സർക്കിളാണിത്. നമ്മൾ 3D എടുത്തിട്ട് 3D ഗ്രാഫിക്സ് എടുത്തിട്ട് അതിൽ സർക്കിൾ വരച്ചതാണ്. റേഡിയസ് 5 ആണ്. അപ്പം നമ്മുടെ ഈ സർക്കിളിൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒറിജിൻ നിന്നും ആ പോയിന്റിലേക്ക് ഒരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഒറിജിൻ നിന്നും അവിടത്തേക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടർ കിട്ടും. വെക്ടർ OP
വെക്റ്റർ ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയ വെക്റ്റേഴ്സ് കിട്ടും. ആ വെക്റ്റേഴ്സിൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ സ്പിയറിൻ്റെ മുകളിൽ വരുന്ന ഏത് പോയിന്റിലേക്കും നമുക്ക് വെക്റ്റർ എടുക്കാം. അതിൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരും. Write two different vectors having same direction. Okay, different vectors having same direction, magnitude different ആവാം. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് വെക്റ്റേഴ്സ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ തന്നെ ഡയറക്ഷനിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സെയിം ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വെക്റ്ററിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ. അപ്പോൾ ഇതേ ഡയറക്ഷനിൽ വരുന്ന വേറൊരു വെക്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെക്റ്ററിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 5i പ്ലസ് 5j പ്ലസ് 5k. ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്, പക്ഷേ ഡയറക്ഷൻ സെയിം ആണ്. ആദ്യത്തെ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് √3, രണ്ടാമത്തെ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5√3, പക്ഷേ രണ്ടും സെയിം ഡയറക്ഷനിൽ വരുന്ന വെക്റ്റേഴ്സാണ്. If A is a non-zero vector, then vector A and lambda into vector A have same direction when lambda is positive. Lambda പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ സെയിം ഡയറക്ഷൻ ആയിരിക്കും, ലാംഡ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ വെക്റ്റർ എ നമ്മൾ എടുത്തത് ഐ പ്ലസ് ജെ പ്ലസ് കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ എ. അതേ ഡയറക്ഷനിൽ വരുന്ന വേറൊരു വെക്റ്ററാണ് നമ്മുടെ ഡബ്ല്യു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ഡബ്ല്യു. അതായത് നമ്മൾ എടുത്തത് വെക്റ്റർ ബി 5i പ്ലസ് 5j പ്ലസ് 5k. സെയിം ഡയറക്ഷനാണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ ആദ്യത്തേതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √3, രണ്ടാമത്തേതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5√3. Now fourth one, find the values of x and y so that 2i plus 3j and xi plus yj are equal. Two vectors are equal if and only if corresponding scalar components are equal. 2 is equal to x, 3 is equal to y. So answer is x is equal to 2, y is equal to 3. Now fifth one, find the scalar and vector components of the vector with initial point 21 and the terminal point -5,7. P is 21, Q is -5,7. Pയിൽ നിന്നും Qയിലേക്ക് നമ്മളൊരു വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യണം. അതായത് വെക്റ്റർ പി ക്യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെക്റ്റർ ജോയിനിങ് 2 പോയിന്റ്സ്. വെക്റ്റർ പി ക്യു ഇസ് ഈക്വൽ ടു ഒ ക്യു മൈനസ് ഒ പി. പൊസിഷൻ വെക്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വെക്റ്റർ പി ക്യു ഇസ് ഈക്വൽ ടു x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1j. P is 21, Q is -5,7. Vector PQ is equal to x2 minus x1i plus y2 minus y1j plus z2 minus z1k. -5 minus 2i plus 7 minus 1j. ഇവിടെ z value 0. So 0 minus 0k. So answer is -7i plus 6j. -5 minus 2 is -7. 7 minus 1 is 6. So vector PQ is equal to -7i plus 6j. ഇതാണ് നമുക്ക് കിട്ടുന്ന വെക്റ്റർ. -7i പ്ലസ് 6j. 21 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും -5,7ലേക്ക് വരച്ച വെക്റ്ററാണ് ഇത്. -7i പ്ലസ് 6j. Now our PQ is -7i plus 6j. Scalar components are -7, 6. Vector components are -7i, 6j. If R is xi plus yj plus zk, scalar components are xyz. ഇവിടെ വരുന്ന ഈ കോമ്പണൻസ് ആണ് സ്കേലാർ കോമ്പണൻസ് -7 and 6. വെക്റ്റർ കോമ്പണൻസ് ആർ xi and yj. ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, zk ഇല്ല. അതുകൊണ്ട് വെക്റ്റർ കോമ്പണൻസ് -7i, 6j. Sixth one, find the sum of the vectors. Vector A is equal to I minus 2j plus k. Vector B is equal to -2i plus 4j plus 5k. And vector C is equal to I minus 6j minus 7k. ഇത് മൂന്നെണ്ണം ആഡ് ചെയ്യണം. A plus B plus C കണ്ടുപിടിക്കണം. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. A plus B plus C is equal to 3 വെക്ടേഴ്സ് ആഡ് ചെയ്യാം. I minus 2i plus i. That is 2i minus 2i, 0i. Minus 2j plus 4j is 2j. 2j minus 6j is -4j. K plus 5k is 6k. 6k minus 7k is -k. So answer is -4j
മൈനസ് കെ. ഐയുടെ കോയിഫിഷ്യൻറ്റ് 0 ആണ്. ഐയുടെ ഇവിടുത്തെ സ്കാലാർ കോമ്പണൻറ്റ് 0 ആയതുകൊണ്ട് ആ ടേം പോകും. -4j മൈനസ് കെ. Seventh one, find the unit vector in the direction of the vector A is equal to I plus j plus 2k. ഇപ്പോൾ ഏത് വെക്ടർ തന്നു കഴിഞ്ഞാലും ആ വെക്ടറിൻ്റെ ഡയറക്ഷനിലൂടെ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ വെക്ടറിനെ ഇതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. Unit vector in the direction of A, that is A cap, equal to vector A divided by magnitude of A. That is equal to vector is I plus j plus 2k. Its magnitude is root of 1 square plus 1 square plus 2 square. Here scalar components are 1, 1, 2. So 1 square is 1, again 1 square is 1, 2 square is 4. 1 plus 1 plus 4 is 6, root 6. So answer is I by root 6 plus j by root 6 plus 2k by root 6. Now next one, find the unit vector in the direction of vector PQ where P and Q are the points 1, 2, 3 and 4, 5, 6 respectively. അപ്പോൾ നമ്മൾ ആദ്യം വെക്ടർ പി ക്യു കണ്ടുപിടിക്കണം. അതിനുശേഷം വെക്ടർ പി ക്യുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. വെക്ടർ പി ക്യു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, x1 y1 z1 ആൻഡ് x2 y2 z2. വാട്ട് ഈസ് വെക്ടർ പി ക്യു? x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1j പ്ലസ് z2 മൈനസ് z1k. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ പി ക്യു കിട്ടും. അതിനുശേഷം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഈ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കിട്ടും. വെക്ടർ പി ക്യു ഇസ് ഈക്വൽ ടു x2 മൈനസ് x1i plus y2 minus y1j plus z2 minus z1k. 4 minus 1i, 5 minus 2j, 6 minus 3k. So answer is 3i plus 3j plus 3k. ഇതാണ് നമ്മുടെ വെക്ടർ പി ക്യു. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ വെക്ടർ പി ക്യു ഇസ് 3i plus 3j plus 3k. ഇനി നമുക്ക് ഇതേ ഡയറക്ഷൻ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വെക്ടറിനെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Unit vector in the direction of vector PQ is equal to vector PQ divided by magnitude of PQ. That is 3i plus 3j plus 3k divided by root of 3 square plus 3 square plus 3 square. That is root of 9 into 3. Now in numerator we can take 3 outside. That is 3 into I plus j plus k divided by root of 9 into 3. Root of 9 is 3. So this is 3 root 3. We can cancel 3. So I plus j plus k divided by root 3. Which is equal to I by root 3 plus j by root 3 plus k by root 3. This is a unit vector. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇപ്പോൾ പി ക്യു എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ വെക്ടർ പി ക്യു. വെക്ടർ പി ക്യു ഇസ് 3i plus 3j plus 3k. അടുത്തത്, for given vectors a is equal to 2i minus j plus 2k and b is equal to minus I plus j minus k, find the unit vector in the direction of the vector a plus b. a plus b യുടെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് a plus b. ഈ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യണം. അതിനുശേഷം ഈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ a plus b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a plus b ചെയ്യണം. Now a plus b is equal to 2i minus j plus 2k plus minus I plus j minus k. 2i minus I is I, minus j plus j is 0j, 2k minus k is k. So this is equal to I plus k. Now magnitude of this vector is root of 1 square plus 1 square. ഇവിടെ വരുന്ന സ്കേലാർ കോമ്പണൻസ് 1, 0, 1 ആണ്. So magnitude of a plus b is equal to root of 1 square plus 1 square, which is equal to root 2. So unit vector in the direction of a plus b is equal to a plus b divided by magnitude of a plus b. That is equal to I plus k divided by root 2, which is I by root 2 plus k by root 2. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. എ പ്ലസ് ബിയുടെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആദ്യം നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിക്കണം. അതിനുശേഷം എ പ്ലസ് ബിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Find a vector in the direction of the vector 5i minus j plus 2k
which has magnitude 8 units. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലൂടെ വരുന്ന ഒരു വെക്ടർ കണ്ടുപിടിക്കണം. ആ പുതിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ആയിരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആദ്യം കണ്ടുപിടിക്കണം. ഈ വെക്ടർ എ ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ആ കിട്ടുന്ന പുതിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 ആക്കാൻ എന്ത് ചെയ്യണം? ആ കിട്ടിയ യൂണിറ്റ് വെക്ടറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Now take vector A is equal to 5i minus j plus 2k. Now magnitude of vector is 5 square plus minus 1 square plus 2 square, that is 25 plus 1 plus 4, which is equal to root 30. Now unit vector in the direction of vector A is vector A divided by magnitude of A. That is unit vector A is equal to 5i minus j plus 2k divided by its magnitude, that is root 30. ഇതൊരു യൂണിറ്റ് വെക്ടർ ആണ്. ഇതിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ ഡയറക്ഷനിൽ വരുന്ന ഒരു വെക്ടർ ആയിരിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് വെക്ടർ ഇൻറ്റു 8. സോ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ഇസ് 8 ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ. ദാറ്റ് ഇസ് 8 ഇൻറ്റു 5i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡ് ബൈ റൂട്ട് 30. 8 ഇൻറ്റു 5 ഇസ് 40. 40 by root 30 I. 8 into minus j, that is minus 8j by root 30. Then 8 into 2, that is 16 by root 30k. So answer is 4 by root 30i minus 8 by root 30j plus 16 by root 30k. 11th one, show that the vectors 2i minus 3j plus 4k and minus 4i plus 6j minus 8k are collinear. Two vectors vector a and vector b are collinear if vector b is equal to lambda into vector a constant lambda into vector a. ഇവിടെ തന്നിരിക്കുന്ന സെക്കൻഡ് വെക്ടർ മൈനസ് 4i പ്ലസ് 6j മൈനസ് 8k. വെൻ വി ടേക്ക് മൈനസ് 2 ഔട്ട്സൈഡ് ഫ്രം ദിസ് വെക്ടർ വി ഗെറ്റ് മൈനസ് 2 ഇൻറ്റു 2i മൈനസ് 3j പ്ലസ് 4k. a is equal to 2i minus 3j plus 4k. b is equal to minus 4i plus 6j minus 8k. Take minus 2 outside. Minus 2 into 2i minus 3j plus 2k. Now this is vector a. So vector b is equal to minus 2 into vector a. So a and b are collinear. Two vectors are said to be collinear if they are parallel. Two vectors are parallel if b is equal to lambda into vector a. ഇവിടെ minus 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. Vector b is scalar multiple of vector a. So a and b are collinear. Find the direction cosines of the vector I plus 2j plus 3k. വെക്ടർ ചാപ്റ്ററിൻ്റെ വീഡിയോ പാർട്ട് 2-ൽ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ പാർട്ട് 2 കണ്ട ശേഷം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സപ്പോസ് ദ വെക്ടർ is xi plus yj plus zk. First we have to find its modulus. R is equal to root of x square plus y square plus z square. Then direction cosines cos alpha equal to x by r, cos beta equal to y by r, cos gamma is equal to z by r. Let r is equal to given vector I plus 2j plus 3k. Then modulus of this vector, that is r is equal to modulus of vector r, which is equal to 1 square plus 2 square plus 3 square, root of x square plus y square plus z square. Here x, y, z are 1, 2, 3. So root of 1 square plus 2 square plus 3 square, that is root of 1 plus 4 plus 9, which is equal to root 14. Here direction ratios are 1, 2, 3. So direction cosines L is equal to cos alpha, which is x by r, that is 1 by root 14. M is equal to cos beta, which is equal to y by r, that is equal to 2 divided by root 14. N is equal to cos gamma, which is equal to z divided by r, that is 3 by root 14. So direction cosines are 1 by root 14, 2 by root 14, 3 by root 14. Find the direction cosines of the vector joining the points a 1, 2, minus 3 and b minus 1, minus 2, 1 directed from a to b. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വെക്ടർ എ ബി കണ്ടുപിടിക്കണം. ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന വെക്ടർ എ ബി കണ്ടുപിടിക്കണം. വെക്ടർ എ ബി is equal to വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ.
or x2 minus x1i plus y2 minus y1j plus z2 minus z1k. ഇപ്പോൾ വെക്റ്റർ എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? മോഡുലസ് ഓഫ് വെക്റ്റർ എ ബി കണ്ടുപിടിക്കണം. അതിനുശേഷം ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ ഇസ് എക്സ് ബൈ ആർ, കോസ് ബീറ്റ ഇസ് വൈ ബൈ ആർ, കോസ് ഗാമ ഇസ് സെഡ് ബൈ ആർ. Vector AB is equal to x2 minus x1i plus y2 minus y1j plus z2 minus z1k. That is minus 1 minus 1i plus minus 2 minus 2j plus 1 minus minus 3k. Minus 1 minus 1 is minus 2. So minus 2i. Minus 2 minus 2 is minus 4. So minus 4j. 1 plus 3 is 4. 4k. So vector AB is equal to minus 2i minus 4j plus 4k. Now here direction ratios are minus 2, minus 4, 4. X, Y, Z are minus 2, minus 4, 4. Now we have to find magnitude of vector AB. That is R is equal to root of 2 minus 2 square, that is 4, minus 4 square is 16, 4 square is 16. Now 20 plus 16, that is 36. Root of 36 is 6. So R is equal to 6. Now direction cosines, cos alpha equal to L, which is x by R, minus 2 by 6, which is minus 1 by 3. M is equal to cos beta, which is equal to y by r, minus 4 by 6, which is minus 2 by 3. N is equal to cos gamma, which is z by r, 4 by 6, 2 by 3. So direction cosines are minus 1 by 3, minus 2 by 3, 2 by 3. Show that the vector I plus j plus k is equally inclined to the axis OX, OY, OZ. We have to show that OP, where P is 1, 1, 1, makes equal angle with X, Y and Z axis. Angle between OP and OX is equal to angle between OP and OY and which is equal to angle between OP and OZ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. 3 ഡയറക്ഷൻ കൊസൈൻസും ഈക്വൽ ആണെങ്കിൽ OP, എക്സ് വൈ സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. Let R is equal to I plus J plus K. Here direction ratios are 1, 1, 1. Now magnitude of this vector is root of 1 square plus 1 square plus 1 square, which is equal to root 3. Now direction cosines, cos alpha equal to L, which is x by r, 1 by root 3. Cos beta, y by r, which is 1 by root 3. Cos gamma, which is equal to n, that is z by r, 1 by root 3. So cos alpha, cos beta, cos gamma are equal. So we have alpha equal to beta equal to gamma, which is equal to cos inverse of 1 by root 3. So vector R or the given vector is equally inclined to the axis. Alpha, beta, gamma are equal. നമ്മുടെ വെക്റ്റർ ഐ പ്ലസ് ജെ പ്ലസ് കെ ആണിത്. ഈ വെക്റ്ററും എക്സ് ആക്സ് തമ്മിലെ ആംഗിളാണ് ഇവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വെക്റ്റർ ഉണ്ടാക്കുന്ന ആംഗിൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. കോസ് ഇൻവേഴ്സ് ഓഫ് 1 by root 3, which is approximately equal to 54.74 degree. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്റർ യു. അത് എക്സ് ആക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ ഗ്രീനിൽ വരച്ചിരിക്കുന്ന ബീറ്റ, സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇവിടെ കാണുന്നത്. 3 ആംഗിൾസും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. റെഡ് കളർ, ഗ്രീൻ കളർ, ഇനി മെജന്ത കളർ, ഈ 3 കളറിൽ കാണുന്നതാണ് നമ്മുടെ ആംഗിൾ. 3 ആംഗിളും ഈക്വൽ ആണ്. എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന 3 ആംഗിളും ഇവിടെ നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാം. 3 ആംഗിളും ആൽഫ, ബീറ്റ, ഗാമ, 3 angles are equal. So OP or vector, given vector is equally inclined with XYZ axis. Find the position vector of a point R which divides the line joining 2 points P and Q whose position vectors are I plus 2j minus k and minus I plus j plus k respectively in the ratio 2:1. First one internally and second one externally. Position vector of Q is I plus 2j minus k and position vector of Q is minus I plus 2j plus k. R divides PQ in the ratio 2:1. We have to find vector OR. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. വെക്ടർ OR is equal to MB plus NA divided by M plus N. When R divides PQ internally in the ratio M is to N,
then vector OR is equal to MB plus NA divided by M plus N. If R divides PQ externally in the ratio M is to N, then vector OR is equal to MB minus NA divided by M minus N. Given vector A is equal to I plus 2j minus k, vector B is equal to minus I plus j plus k. R divides line segment PQ in the ratio 2:1 internally. So here M is to N is 2:1. Now the position vector of R, that is OR, vector OR is equal to MB plus NA divided by M plus N. So M ine second vector like kondupoganam, N ine first vector like kondupoganam. 2 into second vector, 2 into minus I plus j plus k, plus 1 into first vector, I plus 2j minus k divided by M plus N, that is 2 plus 1. Now 2 into minus I minus 2i plus 2j plus 2k plus I plus 2j minus k divided by 2 plus 1 is 3. Minus 2i plus I is minus I, 2j plus 2j is 4j, 2k minus k is k. So answer is minus I. So minus I plus 4j plus k divided by 3. That is minus I by 3 plus 4j by 3 plus k by 3. Now when R divides line segment PQ externally in the ratio 2:1, position vector of R is equal to, vector OR is equal to MB minus NA divided by M minus N. Numeratorlum denominatorlum minus ആണ്. That is equal to 2 into second vector, 2 into B, 2 into minus I plus j plus k, minus 1 into vector A, that is minus 1 into I plus 2j minus k, divided by M minus N, 2 minus 1. 2 minus 1 is 1. Now here minus 2i plus 2j plus 2k, ഈ മൈനസ് ബ്രാക്കറ്റിനകത്തെ കൊണ്ടുപോകണം. മൈനസ് ഐ മൈനസ് 2j, മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ് പ്ലസ് കെ. മൈനസ് 2i മൈനസ് ഐ ഇസ് മൈനസ് 3, 2j മൈനസ് 2j 0j, 2k plus k is 3k. So answer is minus 3i plus 3k. ഇതാണ് നമ്മുടെ P എന്ന് പറഞ്ഞ പോയിന്റും Q എന്ന് പറഞ്ഞ പോയിന്റ്, വെക്ടർ ജോയിനിങ് PQ. Now R divides vector PQ internally in the ratio 2:1. That is PR is to QR is 2:1. Okay, ഈ ലെങ്ത് ആണ് കൂടുതൽ. PR is to QR equal to 2:1. Coordinates of R approximately equal to minus 0.33, 1.33, 0.33. Now here R divides PQ externally in the ratio 2:1. PR is to QR is equal to 2:1. R എന്ന് പറഞ്ഞ പോയിന്റ് PQവിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, എക്സ്റ്റേണൽ പോയിന്റ് ആണ്. Now coordinates of R is minus 3, 0, 3. Find the position vector of the midpoint of the vector joining the points P 2, 3, 4 and Q 4, 1, minus 2. Midpoint കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? If OP is equal to vector A and OQ is equal to vector B, then midpoint of PQ is equal to A plus B by 2. Now P is the point 2, 3, 4. So vector OP is 2i plus 3j plus 4k. Q is the point 4, 1, minus 2. So vector OQ is equal to 4i plus j minus 2k. If R is the midpoint of PQ, then OR, vector OR is equal to OP plus OQ divided by 2. A plus vector A plus vector B divided by 2. That is 2i plus 3j plus 4k plus 4i plus j minus 2k divided by 2. 2i plus 4i equal to 6i. 3j plus j is equal to 4j. Then 4k minus 2k, that is equal to 2k. Dividing each terms by 2, we get 3i plus 2j plus k. So position vector of midpoint is 3i plus 2j plus k. ഇതാണ് നമ്മുടെ പിയും ക്യൂയും എന്ന് പറഞ്ഞ പോയിന്റ്. പി ക്യൂവിനെ ജോയിൻ ചെയ്തുകൊണ്ട് വെക്ടർ വെച്ചിട്ടുണ്ട്. Now midpoint of PQ is 3, 2, 1. So position vector OR, vector OR is equal to 3i plus 2j plus k. Show that the points A, B and C with position vectors, vector A is equal to 3i minus 4j minus 4k, vector B is equal to 2i minus j plus k, and vector C is equal to I minus 3j minus 5k respectively, form the vertices of a right-angled triangle.
3 പോയിന്റ്സ് എ ബി സിയുടെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതായത് വെക്ടർ ഒ എ, വെക്ടർ ഒ ബി, വെക്ടർ ഒ സി ആണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ട്രയാങ്കിൾ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പൈത്തഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെക്ടർ എ ബി, വെക്ടർ ബി സി, വെക്ടർ എ സി കണ്ടുപിടിക്കും. ആൻഡ് ബൈ യൂസിങ് പൈത്തഗോറസ് തിയറം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഓരോ സൈഡിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കും. ആ ലെങ്ത് പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒ എ, ഒ ബി, ഒ സി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു ഫൈൻഡ് വെക്ടർ എ ബി, വെക്ടർ ബി സി ആൻഡ് വെക്ടർ എ സി. വെക്ടർ എ ബി is equal to വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. ആദ്യം സെക്കൻഡ് പോയിന്റ് ആണ് ആദ്യം വരുന്നത്. വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് കെ മൈനസ് 3i മൈനസ് 4j മൈനസ് 4k. ഈ മൈനസിനെ ബ്രാക്കറ്റിന്റെ അകത്ത് എടുക്കണം. മൈനസ് 3i പ്ലസ് 4j, ഇത് ജെ ആണ് കേട്ടോ. സോ മൈനസ് ഓഫ് 3i മൈനസ് 4j മൈനസ് 4k. മൈനസിൻ്റെ ഇതിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 3i പ്ലസ് 4j പ്ലസ് 4k. Now 2i minus 3i is minus I, minus j plus 4j is 3j, plus k plus 4k is 5k. So vector AB is equal to minus I plus 3j plus 5k. അതുപോലെ തന്നെ അതിൻ്റെ ഇനി നമ്മൾ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇവിടെ കോയിഫിഷ്യൻസ് വരുന്നത് -1, 3, 5. So root of -1 square, 3 square, 5 square, that is root of 1 plus 9 plus 25, which is root 25. ഇനി നമ്മൾ വെക്ടർ ബി സി കണ്ടുപിടിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. So vector base is equal to minus I minus 2j minus 6k, and magnitude of vector base is root of -1 square plus -2 square plus -6 square, that is 1 plus 4 plus 36, which is equal to root 41. Now vector AC is vector OC minus vector OA, that is I minus 3j minus 5k minus 3i minus 4j minus 4k. Minus ഇതിൻ്റെ അകത്ത് എടുക്കണം, ആഡ് ചെയ്യണം. I minus 3i is minus 2i, minus 3j plus 4j is j, minus 5k plus 4k is minus k. Now magnitude of vector AC is root 6. So we have magnitude of vector AB is root 36, magnitude of vector BC is root 41, and magnitude of vector AC is equal to root 6. മൂന്ന് സൈഡ്സിൻ്റെയും ലെങ്ത് നമുക്ക് കിട്ടി. ഇതിൽ വലിയ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സി ആണ്. ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് 41 ഇസ് ഈക്വൽ ടു 35 പ്ലസ് 6. So magnitude of vector BC square is equal to magnitude of vector AB square plus magnitude of vector AC square. Okay, 41 is equal to 35 plus 6. So triangle ABC satisfies Pythagoras theorem. So given triangle is a right angled triangle. ABC ആണ് തന്നിരിക്കുന്ന പോയിന്റ്സ്. ABCനെ ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് ദ പോയിന്റ് എ. ഇവിടെ എക്സ് വൈ സെഡ് ആക്സിസ് എടുത്തിട്ടുണ്ട്. ഈ റെഡിലിരിക്കുന്നത് എക്സ് ആക്സിസ്, ഗ്രീനിലിരിക്കുന്നത് വൈ ആക്സിസ്, ബ്ലൂവിലിരിക്കുന്നത് സെഡ് ആക്സിസ്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് കാണണമെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കാണൂ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ മാറുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഈ ഒരു പൊസിഷനിൽ എടുക്കുമ്പോൾ നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് മനസ്സിലാകും. നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ്. 18. In triangle ABC, which of the following is not true? Now here triangle ABC is given. AB plus BC is equal to AC. By triangular law of addition, AB plus BC is equal to AC, or AB plus BC plus CA is equal to 0. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണം. CA is equal to 0. So AB plus BC plus CA is equal to 0. ഇത് കറക്റ്റാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് which of the following is not true. ട്രൂ അല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ കറക്റ്റ്, AB plus BC plus CA is equal to 0. Now second one, AB plus BC, ഇതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ മൈനസ് AC, that is equal to 0. AB plus BC equal to vector AC. So AB plus BC minus vector AC is equal to 0. ഇപ്പോൾ സെക്കൻഡ് വണ്ണും കറക്റ്റാണ്. ഇനി തേർഡ് വണ്ണ് നോക്കി. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കി എ കറക്റ്റാണ്. ഇപ്പോൾ ഇവിടെ മൈനസ് എഴുതി കഴിഞ്ഞാൽ അത് എന്തായാലും തെറ്റായിരിക്കും. വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി ഇസ് ഈക്വൽ ടു 0 നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായാലും തെറ്റാണ്. സോ ആൻസർ ഇസ് സി.
AB plus BC minus CA is equal to 0. 19. If vector A and vector B are collinear vectors, then which of the following are incorrect? Incorrect statement ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. If A and B are collinear, then vector B is equal to lambda into vector A for some scalar lambda. So A is true. ഇതാണ് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവുന്ന അല്ലെങ്കിൽ കൊലീനിയർ ആവുന്നതിനുള്ള കണ്ടീഷൻ. സോ ഫസ്റ്റ് വൺ ഇസ് ട്രൂ. വെക്ടർ A is equal to plus or minus vector B. Then A and B are collinear. Second one is also true. The respective components of vector A and vector B are proportional. If vector B is equal to lambda into vector A, then their components are proportional. In this case also vector A and vector B are collinear. Now D, both the vectors vector A and vector B have the same direction but different magnitude. ഇത് wrong ആണ്. എന്തുകൊണ്ട് വെച്ചാൽ സെയിം ഡയറക്ഷൻ ആവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ലാംഡ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സെയിം ഡയറക്ഷൻ വരും ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ. ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വരുന്നത്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഡി. സോ ഹിയർ ആൻസർ ഇസ് ഡി. സോ ആൻസർ ഇസ് ഡി. എക്സസൈസ് 10.2-ലെ 19 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. എല്ലാം വളരെ ഈസി പ്രോബ്ലംസ് ആണ്. എല്ലാ പ്രോബ്ലംസും നോട്ടിൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.